നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. തളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് പിടികൂടി. വടനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. മുഖ്യപ്രതിയായ വടനപ്പള്ളി തോപ്പിൽ ആഷിഖ് എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ബംഗാൾ സ്വദേശി മെദുൽ ഷെയ്ഖ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ചൊവ്വാഴ്ച രാത്രി എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. രാത്രി 10-ന് തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചാണ് പ്രതികളെ എക്സൈസ് സംഘം വളഞ്ഞത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഓടി രക്ഷപ്പെട്ട ഒന്നാം പ്രതി ആഷിഖ് തൃപ്രയാർ തളിക്കുളം വാടാനപ്പള്ളി മേഖലയിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണിയാണ്. അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, CK ചന്ദ്രൻ, MR മധു, V രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവരുന്ന സമരത്തിന് അനുകൂലമായി പ്രതികരിച്ച സർക്കാർ ഉടമകളുടെ സംഘടനകളെ മന്ത്രി ഗണേഷ് കുമാർ ചർച്ചയ്ക്ക് വിളിച്ചു. പരിഷ്കരണം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഈ മാസം 21-ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലായിരുന്ന KP ഗണേഷ് കുമാർ മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. 13 ദിവസമായി തുടരുന്ന സമരം മൂലം നൂറുകണക്കിന് പേരാണ് ടെസ്റ്റ് നടത്താനാകാതെ വലഞ്ഞിരിക്കുന്നത്. വില പിടിച്ച രേഖകളും പണമടങ്ങിയ പേഴ്സും ഉടമയ്ക്ക് കൈമാറി യുവതിയുടെ നന്മ. ഹ്രസ്വചിത്രത്തിന്റെ ക്യാമറ സഹായിയായ പെരുങ്ങോട്ടുകര കിഴക്കുമുറി കണക്കന്ത്ര രേണുക റിജുവിനാണ് പേഴ്സ് കിട്ടിയത്. ചിത്രീകരണം കഴിഞ്ഞ് അന്തിക്കാടു നിന്ന് പുത്തൻപീടികയിലേക്കുള്ള യാത്രക്കിടയിൽ KK മേനോൻ ഷെഡിന് സമീപത്താണ് പേഴ്സ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ താന്യം പഞ്ചായത്ത് അംഗം ആന്റോ തറയനെ വിവരമറിയിച്ചു. തുടർന്ന് പുത്തൻപീടിക വള്ളൂർ സ്വദേശി തട്ടിൽ ഡിവിൻ സുന്ദറിന്റേതാണ് നഷ്ടപ്പെട്ട പേഴ്സ് എന്ന് കണ്ടെത്തി. AR റോഡ് പരിസരത്ത് വെച്ച് ആന്റോ തറയൻ, ഉണ്ണി നായർ ഇരിക്കായിൽ, റിജു കണക്കന്ത്ര എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് പേഴ്സ് കൈമാറി. ഞങ്ങൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരായിരുന്നു വർക്കിൽ. അപ്പോൾ ആ സമയത്ത് കിടക്കണത് അപ്പോൾ വണ്ടി തിരിച്ച് എന്നിട്ട് സാധനം എടുക്കുക. അപ്പോഴത്തേക്ക് 2 പിള്ളേർ വരുന്നുണ്ടായിരുന്നു. ആ പിള്ളേർ ഞങ്ങളുടെ അങ്ങനത്തെ സാധനം ഇത് അപ്പോൾ ബാഗ് എടുത്ത് തന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കുറച്ച് ഡീറ്റെയിൽ നോക്കി. അപ്പോൾ പുത്തമ്പടിയെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളെ മെമ്പറെ അറിയിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ എത്തി. ഞാൻ വെച്ചാൽ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. തന്നെയാണ് CPI മണലൂർ കടവ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികളെ കഠിന പ്രയത്നത്താൽ അതിജീവിച്ച് വലിയ വിജയം നേടിയ കൃഷ്ണകിഷോറിനും ചടങ്ങിൽ ആദരവ് നൽകി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ സമ്മാനദാനം നിർവഹിച്ചു. സാജൻ മുടങ്ങാട്ടിൽ, VG രാധാകൃഷ്ണൻ, PK ചന്ദ്രൻ, MG ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വടാനപ്പള്ളി ഗണേശമംഗലം വെസ്റ്റ് കുന്നത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തോറ്റപ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. സമാപന ദിവസമായി ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ഭദ്രകാളിക്ക് കളമെഴുത്തുപാട്ട്, അന്നദാനം, ദീപാരാധന, വർണ്ണമഴ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തി KA വിശ്വനാഥൻ, ക്ഷേത്രം ഭാരവാഹികളായ വാസുദേവൻ കുന്നത്ത്, KA രാഹുലൻ, KG സോമശേഖരൻ, KM രമേശ്, KA ഗോപിനാഥൻ, KM സോമസുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്തും തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ യത്നത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം, പൊതുജനാരോഗ്യ സമിതി രൂപീകരണം എന്നിവ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബാലകൃഷ്ണൻ, CL ജോയ്, KP സദാശിവൻ, ആന്റോ തറയൻ, സധി ജയചന്ദ്രൻ, സനിത സജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, ഡോക്ടർ മുഹമ്മദ് റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ MB ദീപ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ എന്നിവർ വിഷയാവതരണം നടത്തി. ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.